പെരിയാറിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയരുന്നു. അതോടൊപ്പം തന്നെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. ശ്രീകോവിൽ ഉൾപ്പെടെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ രാത്രി എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ആലുവയിൽ നിന്നും സൈഫുനീസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ വർഷം കാലവർഷം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ആലുവ മണപ്പുറം മുങ്ങുന്നത്. ആലുവ മണപ്പുറത്തേക്ക് നേരത്തെ വെള്ളം കയറിയിരുന്നു. ആലുവ മണപ്പുറവും ശിവക്ഷേത്രവും മുങ്ങുന്ന സ്ഥിതിയിലേക്ക് ഈ വർഷം ഇതാദ്യമായാണ് വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ആലുവ ശിവക്ഷേത്രം ഈ പെരിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോൾ നിറയാറുണ്ട്, ഒപ്പം തന്നെ മുങ്ങാറുമുണ്ട്. ഈ ഭക്തരുടെ ഒരു വിശ്വാസപ്രകാരം ഈ ആലുവ തേവരുടെ ഒരു ആറാട്ടാണ് ഇങ്ങനെ ശിവക്ഷേത്രം മുങ്ങുന്നത്. ശ്രീകോവിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അമ്പലത്തിന്റെ ഒരു പകുതി േറെയും വെള്ളത്തിനടിയിലായിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഈ ചുറ്റുമതിലിന്റെയൊക്കെ മുകൾ ഭാഗം മാത്രമാണ് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കാണാനാകുന്നത്. നിരവധി പേർ ഇവിടെ ആലുവ തേവരുടെ ആറാട്ട് കാണുവാനും ഒപ്പം തന്നെ ബലിയിടാനും ഒക്കെ തന്നെ വരുന്നുണ്ട്. അവിടെ ബലിയുടെ ചടങ്ങുകളും നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ ആലുവ ആറാട്ടുണ്ടാകാറില്ലേ ഇവിടെ? എല്ലാ വർഷം ചിലപ്പോൾ 2 പ്രാവശ്യം ഉണ്ടാവും, ചിലപ്പോൾ 1 പ്രാവശ്യമായിരിക്കും. അങ്ങനെ നടക്കാറുണ്ട്. ആറാട്ട് നടന്നാലും ഇവിടെ കർമ്മങ്ങൾക്ക് തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. വിശ്വഹിന്ദു പരിഷത്തിന്റെ ആർച്ച് പുരോഹിത സെക്രട്ടറി. അത് ഈ ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ എത്ര നേരം എടുത്തായിരിക്കും ഇത് ഇറങ്ങിപ്പോവുക? ചിലപ്പോൾ 1 ദിവസം പിടിക്കും, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ അന്ന് തന്നെയൊക്കെ പോകും. അന്ന് തന്നെ പോകാറില്ല, 2 ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കും. ഈ ആറാട്ട് കുളിച്ചു വിടാനും ഈ സമയത്ത് ആളുകൾ വരാറില്ല? ആറാട്ട് നടക്കുമ്പോൾ തന്നെ നാട്ടുകാരൊക്കെ ഉണ്ടാവും. അറിയുന്നവർ പിന്നെ വന്ന് ആറാട്ട് അതിനോടൊപ്പം മുങ്ങി പുണ്യം നേടാനായിട്ട് അതൊരു ഭയങ്കര പുണ്യമായിട്ടാണ് അവർ കരുതുന്നത്. എല്ലാവരും ഭഗവാനോടൊപ്പം കുളിക്കാന്നുള്ളൂ. അതാണ് ആലുവ തേവരുടെ ആറാട്ട് നടക്കുമ്പോഴൊപ്പം ആറാടി തേവരെ തൊഴുതു പോവുക എന്നുള്ളതാണ് ഇവരുടെയും ഒരു വിശ്വാസം. ഇന്ന് പുലർച്ചെ 3:30 ഇവിടെ ആലുവ ശിവക്ഷേത്രം മുങ്ങിയത്. ഇവിടെ നിരവധി പേർ ഇപ്പോൾ ആലുവ ശിവക്ഷേത്രത്തിൽ എത്തി ഇങ്ങനെ കുളിച്ച് തൊഴുതു പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇവിടെ ശ്രീകോവിൽ ആ ഭാഗത്താണുള്ളത്. ചിലർ അവിടെ തന്നെ പോയി നിന്ന് മുങ്ങി കുളിച്ച് വരാറുമുണ്ട്. പക്ഷെ അവിടേക്ക് പോകുമ്പോൾ കുറച്ച് ആഴം കൂടുതലാണ്, കാരണം പുഴയോട് കുറച്ചുകൂടി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ചിലർ ഇവിടെ തന്നെ മുങ്ങി കുളിച്ച് പോരാറുമുണ്ട്. കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലം ഇവിടെ പുഴയുടെ തൊട്ട് ചേർന്ന് ഈ കൽപ്പടവിൽ തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നില കൂടുതൽ ഇല്ലാത്തൊരവസ്ഥയായി വരും. എന്തായാലും ഇന്നോ നാളെയോ ആയി വെള്ളം ഇറങ്ങിപ്പോകും എന്നുള്ളതാണ് ഭക്തരുടെ പ്രതീക്ഷ. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെത്തി ഇവിടെ മുങ്ങി കുളിച്ച് തേവരെ തൊഴുതു പോവുകയാണ്.